IPL മത്സരങ്ങൾ അത് പുനരാരംഭിക്കുന്ന ചർച്ചകളിലേക്ക് BCCI കടന്നിട്ടുണ്ട് എന്ന വിവരമുണ്ടല്ലോ. വിശദാംശം എന്താണ്? ധരംശാലയിൽ ക്യാൻസൽ ചെയ്ത മത്സരം അതിനി ഉണ്ടാകില്ലെന്ന് തോന്നുന്നു അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. ധരംശാലയിലെ മത്സരം ഇനി ഉണ്ടാവില്ല. ഇരു ടീമിനും അന്ന് തന്നെ ഓരോ പോയിന്റ് പങ്കുവച്ചു. അതായത് ഒരു പന്തെങ്കിലും എറിഞ്ഞെങ്കിൽ ആ മത്സരം നടന്നതായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ പഞ്ചാബും ഡൽഹിയും തമ്മിലുള്ള ആ മത്സരം അത് ഉപേക്ഷിച്ചു. ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് നൽകുകയാണ് ചെയ്തത്. ഇനി IPL പുനരാരംഭിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും BCCI നടത്തിയിരുന്നു. ഇന്നലെ അരുൺ ദുമാൽ IPL ചെയർമാൻ്റെ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു അനുമതി കിട്ടുന്നു, എപ്പോഴാണോ അപ്പോൾ തന്നെ തുടങ്ങാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു IPL ഗവേണിംഗ് ബോഡി എന്നാണ് പറയുന്നത്. അതായത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഈ മത്സരങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അന്ന് തന്നെ തുടങ്ങാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. എല്ലാ ടീമുകളും അവരുടെ വിദേശത്തേക്ക് അടക്കം മടങ്ങിയ താരങ്ങളോട് തിരിച്ചു വരാൻ അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവർ മാത്രമല്ല, കോച്ചിങ് സ്റ്റാഫുണ്ട്, മറ്റ് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്നലെ ധോണിയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നാണ്. ധോണി റാഞ്ചിയിലേക്ക് മടങ്ങുന്നു. നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായ കമലേഷ് നാഗർകോട്ടിയെ ജയ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം താരങ്ങൾ ഇവിടെ അവരുടെ ജന്മനാടുകളിലേക്ക് മടങ്ങിയിരുന്നു. അപ്പോൾ അവരൊക്കെ തിരിച്ച് വീണ്ടും ക്യാമ്പുകളിലേക്ക് എത്തിയാൽ അധിക ദിവസത്തെ പരിശീലനമൊന്നും വേണ്ടി വരില്ല. 1-2 ദിവസത്തെ പരിശീലനത്തിന് ശേഷം പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ തുടങ്ങാൻ സാധിക്കും. അതിനിടെ മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സതേൺ സ്റ്റേറ്റിലേക്ക് മാത്രമായി IPL മത്സരങ്ങൾ അതിൻ്റെ വേദികൾ പരിമിതപ്പെടുത്തിയേക്കുമെന്നുണ്ടായിരുന്നു. പക്ഷേ അതായത് ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു, അതായത് സതേൺ സ്റ്റേറ്റുകൾ. ഒരുപക്ഷെ ചില ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ കാര്യവട്ടത്തേക്ക് മത്സരങ്ങൾ കൊണ്ടിരുന്നു. പക്ഷേ അതിന് സാധ്യത കുറവാണ്. എന്നിരുന്നാൽ പോലും സതേൺ സ്റ്റേറ്റുകളെ പരിഗണിക്കുന്നു എന്ന വാർത്ത അത്ര കണ്ട് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ഇന്ത്യയിലെ എല്ലാ വേദികളിലും ഇപ്പോൾ എല്ലാ 10 ഫ്രാഞ്ചൈസികൾ അവരുടെ സ്റ്റേഡിയങ്ങളായി തിരഞ്ഞെടുത്ത ആ 10 സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് 13 വേദികളിൽ ഒക്കെ തന്നെയായി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ തന്നെയാണ് സാധിക്കുമെന്നുണ്ട്. ഇനി ലീഗ് ഒരു 16 മത്സരങ്ങൾ കൂടിയാണ് മാത്രം ബാക്കിയുള്ളത്. സീസൺ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് നടക്കുന്നു. ഇന്ത്യ ഈ വർഷം കാത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആഘോഷിച്ച ഒരു ടൂർണമെൻറ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ മേളയാണ് IPL. അതുകൊണ്ട് തന്നെ IPL പൂർണ്ണമാക്കേണ്ടത് അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കായിക പ്രേമികളും ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും അതിനൊക്കെ തന്നെ നടക്കുമെന്ന് നമുക്ക് കരുതാം. നമ്മുടെ താരങ്ങളൊക്കെ തന്നെ വീണ്ടും കളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും യുദ്ധത്തിൻ്റെ ഈ പ്രതീതിയൊക്കെ അവസാനിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ആളുകളെ ഒരുമിപ്പിക്കുന്ന കാര്യമാണല്ലോ സ്പോർട്സ്. അങ്ങനെ ക്രിക്കറ്റ് ഒക്കെ തന്നെ വരുമ്പോൾ ആളുകളുടെ മുഖത്ത് സന്തോഷവും മുഞ്ചിരിയൊക്കെ തന്നെ വിടരട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്.